സാമൂഹിക സാംസ്കാരിക ഭൂപടത്തിൽ നിന്നും ഇസ്രായേൽ എന്ന രാഷ്ട്രം മാഞ്ഞു പോവുകയോ ഒറ്റപ്പെടുകയോ ചെയ്യുകയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും ആധികാരികമായ റെക്കോർഡ് പുസ്തകമായ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ശക്തമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ രൂപപ്പെട്ടുവരുന്ന സാംസ്കാരികവും സാമൂഹികവുമായ ഉപരോധങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന നിർണായകമായ തീരുമാനം. ഗാസയിൽ ഇസ്രായേൽ ഭരണകൂടം നടത്തുന്ന യുദ്ധക്കുറ്റങ്ങളെയും അന്താരാഷ്ട്ര നിയമലംഘനങ്ങളെയും മുൻനിർത്തി ഇസ്രായേലിൽ നിന്നുള്ള ലോക റെക്കോർഡ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ടൈംസ് ഓഫ് ഇസ്രായേൽ, ജെറുസലേം പോസ്റ്റ് തുടങ്ങിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മനുഷ്യാവകാശ സംഘടനകളുടെയും പൊതുസമൂഹത്തിന്റെയും കടുത്ത സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ഈ നിർണായക തീരുമാനം. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ തീരുമാനം വലിയ ചർച്ചയാകുന്നത് വൃക്കദാനം പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്രായേലി സംഘടനയായ ഗിഫ്റ്റ് ഓഫ് ലൈഫ് ഒരു ലോക റെക്കോർഡ് സ്ഥാപിക്കുന്നതിനായി ഗിന്നസ് അധികൃതരെ സമീപിച്ചതോടെയാണ്. എന്നാൽ അവരുടെ അപേക്ഷ ഗിന്നസ് അധികൃതർ വ്യക്തമായി നിരസിക്കുകയാണുണ്ടായത്. ഇസ്രായേലിൽ നിന്നുള്ള റെക്കോർഡ് അപേക്ഷകൾ ഞങ്ങൾ നിലവിൽ പരിഗണിക്കുന്നില്ല എന്ന കൃത്യമായ മറുപടിയാണ് അവർക്ക് ലഭിച്ചത്. ഇത് കേവലം ഒരു അപേക്ഷ നിരസിക്കൽ മാത്രമല്ല, മറിച്ച് ഇസ്രായേലിന്റെ നടപടികളിലുള്ള ആഗോളതലത്തിലെ അതൃപ്തിയുടെ വ്യക്തമായ സൂചനയാണ്. ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം ഗാസയിലെ ഭയാനകമായ സാഹചര്യമാണ്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ 70,000-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായും ഏകദേശം 1,71,000-ഓളം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം. വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈന്യത്തിന്റെയും സെറ്റിൽമെന്റ് കുടിയേറ്റക്കാരുടെയും ആക്രമണങ്ങളിൽ 1000-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി കണക്കാക്കപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകളും ഈ കണക്കുകളെ സാധൂകരിക്കുന്നു. ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഈ നടപടികൾക്കെതിരെ ലോകവ്യാപകമായി ഉയരുന്ന പ്രതിഷേധം തന്നെയാണ് ഗിന്നസിനെ കൊണ്ട് ഇത്തരമൊരു തീരുമാനം എടുപ്പിച്ചത്. ഗിന്നസിനെ കൂടാതെ വിവിധ മേഖലകളിലുള്ള അന്താരാഷ്ട്ര സംഘടനകളും രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ നടന്ന ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് ലോകകപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഇസ്രായേലി താരങ്ങൾക്ക് വിസ നിഷേധിച്ച് ഇന്തോനേഷ്യൻ സർക്കാർ വിലക്കേർപ്പെടുത്തിയിരുന്നു. കൂടാതെ ഫുട്ബോളിൽ നിന്ന് ഇസ്രായേലിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷനും ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനും ഫിഫയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ അന്തിമ തീരുമാനം വന്നിട്ടില്ലെങ്കിലും കടുത്ത സമ്മർദ്ദമാണ് ഫിഫ ഈ വിഷയത്തിൽ നേരിടുന്നത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്റർനാഷണൽ ഐസ് ഹോക്കി ഫെഡറേഷനും ഇസ്രായേലിനെ തങ്ങളുടെ ചാമ്പ്യൻഷിപ്പുകളിൽ നിന്ന് താൽക്കാലികമായി വിലക്കിയിരുന്നു. വിദ്യാഭ്യാസ അക്കാദമിക് മേഖല പരിശോധിച്ചാൽ സ്പെയിൻ, നോർവേ, ബെൽജിയം എന്നിവിടങ്ങളിലെ നിരവധി സർവകലാശാലകൾ ഇസ്രായേലി സർവകലാശാലകളുമായുള്ള സഹകരണം വിച്ഛേദിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇതുകൂടാതെ യൂറോപ്പിലെയും അമേരിക്കയിലെയും പല ഗവേഷണ സ്ഥാപനങ്ങളും ഇസ്രായേലി ഗവേഷകരുമായുള്ള പുതിയ പ്രൊജക്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണ്. സാമ്പത്തിക വാണിജ്യ മേഖല പരിശോധിക്കുമ്പോൾ അവിടെയും ഇസ്രായേൽ ഉപരോധങ്ങളും പ്രതിഷേധങ്ങളും നേരിടുന്നതായി കാണാം. ഇസ്രായേലുമായുള്ള എല്ലാത്തരം വ്യാപാര ബന്ധങ്ങളും തുർക്കി പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. ഗാസയിൽ വെടിനിർത്തൽ പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതുവരെ ഇത് തുടരുമെന്നാണ് തുർക്കിയുടെ നിലപാട്. പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയായ AXA ഇസ്രായേലി ബാങ്കുകളിലും ആയുധ കമ്പനികളിലും ഉണ്ടായിരുന്ന തങ്ങളുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കുകയുണ്ടായി. സാംസങ്ങിന്റെ ഇന്നൊവേഷൻ വിഭാഗമായ സാംസങ് നെക്സ്റ്റ് ഇസ്രായേലിലെ തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചതും പ്രധാന വാർത്തയായിരുന്നു. ഈ നടപടിയെ ഒരു രാഷ്ട്രീയ സന്ദേശമായി തന്നെ കാണേണ്ടതുണ്ട്. ഇസ്രായേലിനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വ്യക്തമായ താക്കീതാണിത്. ഇസ്രായേലിന്റെ രാഷ്ട്രീയമായ സാധുതയെ മാത്രമല്ല, അവരുടെ സാംസ്കാരികവും സാമൂഹികവുമായ നിലനിൽപ്പിനെ കൂടി ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. കായിക വിദ്യാഭ്യാസ മേഖലകളിൽ മുൻപ് കണ്ടുവന്നതുപോലെ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരായ സാംസ്കാരികവും സാമൂഹികവുമായ ഉപരോധങ്ങളുടെ ഒരു വലിയ തരംഗത്തിന് ഈ തീരുമാനം തുടക്കമിട്ടേക്കാമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതിലെല്ലാം ഉപരിയായി ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ നടത്തുന്നുവെന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ ഇസ്രായേലിനെതിരെ ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് നേരിട്ടുള്ള ബാൻ അല്ലെങ്കിലും ഇസ്രായേലിന് നേരിടേണ്ടി വന്ന നിയമപരമായ വലിയൊരു തിരിച്ചടിയാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ തീരുമാനം ഒറ്റപ്പെട്ട ഒന്നല്ല, മറിച്ച് ആഗോളതലത്തിൽ ഇസ്രായേലിനെതിരെ രൂപപ്പെട്ടുവരുന്ന സാംസ്കാരിക സാമ്പത്തിക ഉപരോധങ്ങളുടെ ഭാഗമാണ് എന്നാണ്. ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ
അവരെ ഉത്തരവാദികളാക്കാൻ ഗിന്നസിന്റെ ഈ പാത പിന്തുടരണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളോടും ആവശ്യപ്പെടുന്നുണ്ട്. പുതിയ അപേക്ഷകളുടെ കാര്യത്തിൽ തങ്ങളുടെ നയം എല്ലാ മാസവും പുനഃപരിശോധിക്കുമെന്നും ഭാവിയിൽ അപേക്ഷകൾ സ്വീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഗിന്നസ് വക്താവ് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. ഗാസയിലെ യുദ്ധം അവസാനിക്കുന്നതുവരെ അല്ലെങ്കിൽ സാഹചര്യം മാറുന്നതുവരെ ഇസ്രയേലിനെതിരെ ഗിന്നസിന്റെ ഈ സാംസ്കാരിക ഉപരോധം തുടരുമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഗാസയിലെ വംശഹത്യക്കെതിരെ സാംസ്കാരിക ലോകം സ്വീകരിക്കുന്ന ശക്തമായ നിലപാടാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്.